നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന ഗാനം പാടി ജനമനസ്സുകളിൽ ഇടം നേടിയ അലീനിയ എന്ന കൊച്ചുമിടുക്കിയുടെ പാട്ടുകളും വിശേഷങ്ങളും ഈ ആഴ്ച ചർച്ച് ബീറ്റ്സിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. കുറഞ്ഞ സമയം കൊണ്ട് നിരവധി ഗാനങ്ങൾ പാടി ജനമനസ്സുകളിൽ ഇടം നേടിയ കൊച്ചുമിടുക്കിയാണ് അലീനിയ. ദിവ്യകാരുണ്യത്തെ ഹൃദയത്തോട് ചേർത്ത ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ മാരിസ് ആൻഡോയുടെ അനുഭവ സാക്ഷ്യവും ക്രിസ്തുവിനായി ജോലി ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത ആയുർവേദ ഡോക്ടറുടെ ദൈവവിളി അനുഭവവും പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. ക്രൈസ്തവ വിശ്വാസികളുടെ പ്രതിഷേധങ്ങൾക്കിടെ തുർക്കിയിലെ കത്തീഡ്രലായിരുന്ന ഹാഗിയ സോഫിയയിൽ ഇസ്ലാം മത പ്രാർത്ഥന ആരംഭിച്ചതും ഫ്രാൻസിലെ പ്രശസ്ത നാൻസ് കത്തീഡ്രലിൽ അഗ്നിബാധയുണ്ടായതും പോയ വാരത്തിലെ പ്രധാന വാർത്തകളിലൊന്നായിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. കാലിത്തൊഴുത്തിൽ പിറന്നവനെ എന്ന ഗാനത്തിലൂടെ പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ കൊച്ചുമിടുക്കിയാണ് അലീനിയ. ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന അലീനിയയുടെ ഗാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തൊഴുത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. ഇടവക പള്ളിയിലാണ് അലീനിയ ആദ്യമായി പാടിത്തുടങ്ങിയത്. ഇടവക വികാരി ഫാദർ ജെയിംസ് വലിയ വീട്ടിലിന്റെ ഉണ്ണീശോ കളരിയിൽ ആരംഭിച്ച അലീനയുടെ സംഗീതയാത്ര ഇന്ന് ലോകമറിയുന്ന ഒരു കൊച്ചു ഗായികയാക്കി അലീനയെ വളർത്തി. ലോകത്തിന്റെ താങ്ങുകളെല്ലാം നീങ്ങിപ്പോയിടും, ലോകത്തിന്റെ താങ്ങുകളെല്ലാം നീങ്ങിപ്പോയിടും, സങ്കടത്തിൻ വേളകൾ വന്നിടുമ്പോൾ, വ്യാകുലങ്ങൾ ജീവിതേകിടുമ്പോൾ, ഭയം വേണ്ട, പതറേണ്ട, തൊഴിലേറ്റി നയിച്ചിടും, നല്ല ദൈവം കൂടെയുണ്ട്. ആരെല്ലാം മറന്നാലും മറക്കാത്ത സ്നേഹമെന്നീശോ, ആരെല്ലാം മകന്നാലും പിരിയാത്ത സ്നേഹിതനീശോ. സംഗീതം ദൈവം നൽകിയ ദാനമാണെന്നും മാതാപിതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ടാണ് തനിക്ക് നന്നായി പാടാൻ കഴിയുന്നതെന്നും അലീനിയ പറയുന്നു. കൃപാവരം ആൽബത്തിലെ നന്ദിയോടെ പാടിടുന്നു നാഥ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനം പാടാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അവസരം ലഭിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യ റെക്കോർഡിംഗ് അനുഭവവും ആദ്യത്തെ ആൽബം സോങ്. 5ാം വയസ്സു മുതൽ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ അലീനിയ പാല CMI ഇന്റർനാഷണൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നിരവധി ക്രിസ്ത്യൻ ആൽബങ്ങളിലും ഈ കൊച്ചുമിടുക്കി തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പാടി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട്. കണ്ണുകൾ രണ്ടു നൽകി നീ നല്ലതു മാത്രം കാണാൻ, കാതുകൾ രണ്ടു നൽകി നീ നല്ലതു മാത്രം കേൾക്കാൻ, നന്ദി ചൊല്ലിടുന്നു സ്നേഹരൂപനീശോ, നാവിലെന്നും നിന്നാമം പാടിടുന്നു നിത്യം. രക്ഷകാ എന്നീശോയേ, നൽകണേ കൃപാവരം, സ്നേഹമേ പ്രാണനേ, കരുതലായി വരണമേ. നന്ദിയോടെ പാടിടുന്നു നാഥ, നിൻ കൃപാവരങ്ങളെന്നും അനവധിയല്ലോ, സ്നേഹമോടെ ഓർത്തിടുന്നു നാഥ, നീ തന്ന നന്മകൾ സ്തുതിച്ചിടുന്നു. പാല രാമപുരം പുതുപ്പറമ്പിൽ സെബാസ്റ്റ്യൻ രാജി ദമ്പതികളുടെ മകളാണ് അലീനിയ. എന്റെ ജീവന്റെ വിലയായൻ ദൈവമേ എന്ന ഗാനം അലീനിയുടെ സ്വരമാധുരിയിൽ ഏറെ ജനപ്രീതി നേടിയിരുന്നു. 40 ലക്ഷത്തിലധികം ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഗാനം കണ്ടത്.
എന്റെ ജീവന്റെ വിലയായ ദൈവമേ, കുരിശിൽ നിൻ തിരുജീവനേകി എന്റെ പാപത്തിൻ പരിഹാരമാകുവാൻ നാഥാ നിൻ തിരുരക്തമൊഴുകി. ഇത്രമേൽ എന്നെ സ്നേഹിച്ചിടുവാൻ ജീവൻ തന്നിന്നെ സ്വന്തമാക്കുവാൻ നാഥാ നിനക്കാരു ഞാൻ, വെറും പൊടി മണ്ണു ഞാൻ, നിന്റെ സ്നേഹത്തിലലിയുന്നു ഞാൻ. എന്റെ ജീവന്റെ വിലയായ ദൈവമേ, കുരിശിൽ നിൻ തിരുജീവനേകി. ദിവ്യകാരുണ്യത്തെ ഹൃദയത്തോട് ചേർത്ത ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ മാരീസ് ആൻഡോയുടെ അനുഭവ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നു. ആദരവോടെ ദിവ്യകാരുണ്യത്തെ സമീപിച്ച തനിക്ക് ഒട്ടേറെ അനുഗ്രഹങ്ങളാണ് ലഭിച്ചതെന്ന് സിസ്റ്റർ പറയുന്നു. 3 വർഷമായി സിസ്റ്റർ മാരീസ് ആൻഡോയ്ക്ക് അതിശക്തമായ സെർവിക്കൽ സ്പോണ്ടിലോസിസിന്റെ അസുഖമുണ്ടായിരുന്നു. കോളറിന് ബെൽറ്റ് ഇട്ടായിരുന്നു സിസ്റ്റർ നടന്നിരുന്നത്. സന്യാസിനി സമൂഹത്തിലെ ക്യാൻസർ രോഗിയായിരുന്ന സിസ്റ്റർ ബെനീഷയ്ക്ക് വൈദികൻ രോഗിലേപനം കൊടുത്തപ്പോൾ സിസ്റ്റർ തിരുവോസ്തി ഛർദ്ദിക്കുകയും ഛർദിയിൽ നിന്ന് സിസ്റ്റർ മാരീസ് ആൻഡോ ദിവ്യകാരുണ്യം ആദരവോടെ ഭക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവത്തോടെ തന്റെ രോഗം അപ്രത്യക്ഷമായതായി സിസ്റ്റർ പറയുന്നു. അച്ഛൻ അമ്മയ്ക്ക് രോഗിലേപനം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ കുർബാന കൊടുക്കുമ്പോൾ അമ്മയ്ക്കത് സ്വീകരിക്കാൻ സാധിച്ചില്ല. അമ്മയ്ക്ക് ആ സമയത്തൊക്കെ എന്തെങ്കിലും സ്വീകരിച്ചാൽ അമ്മ ഛർദ്ദിക്കുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു, പക്ഷെ അമ്മയ്ക്ക് അത് ഇറക്കാൻ സാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഛർദ്ദിക്കാനായിട്ട് അത് വല്ല പ്രയാസം കാണിച്ചു, ഓക്കാനിച്ചു. ഞാൻ നോക്കുമ്പോൾ ഛർദ്ദിയിൽ ആ തിരുവോസ്തി ഈശോ ഇങ്ങനെ പൊന്തി വരുന്നത് ഞാൻ കണ്ടു. ആ നിമിഷം എൻ്റെ ഒരു ഉൾപ്രേരണ അനുസരിച്ച് ആ ഛർദ്ദിയിലുണ്ടായിരുന്ന ഈശോയെ ഞാൻ സ്വീകരിച്ചു. കുറച്ച് നേരം ഞാൻ മൗനമായിട്ട് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ശാന്തമായി. പിറ്റേ ദിവസം വീണ്ടും അമ്മയ്ക്ക് അസുഖം കൂടാണ്. പിറ്റേ ദിവസം ലൂർദ് മാതാവിൻ്റെ പെരുന്നാളിൻ്റെ ദിനത്തിൽ അമ്മ മരിച്ചു. പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ സാധാരണ ചെയ്തിരുന്ന എല്ലാ ജോലികളും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്കൊരു വേദനയില്ല, ഞാൻ കോളർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താണ് എനിക്കിങ്ങനെ, എന്നിൽ എന്തോ സംഭവിച്ചല്ലോ എന്നൊരു ചിന്ത എനിക്ക് വന്നു. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ആ ഛർദിയിലുണ്ടായിരുന്ന ഈശോയെ സ്വീകരിച്ച ആ നിമിഷത്തിൽ തന്നെ എൻ്റെ ഈശോ എന്നെ തൊട്ട് സുഖപ്പെടുത്തി. 3 വർഷമായി സിസ്റ്ററെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ സിസ്റ്റർ റെജി ആലപ്പാട്ടും സിസ്റ്ററുടെ രോഗമാറ്റത്തെ അത്ഭുതത്തോടെയാണ് കാണുന്നത്. സിസ്റ്റർ മാരീസ് ആൻഡോ എല്ലാ കാര്യത്തിനും അസുഖമായിട്ട് വരുമ്പോഴും ഈ ആസ്പത്രിയിൽ എൻ്റെ അടുത്താണ് വരാറുള്ളത്. ഒരു 3 വർഷങ്ങളായിട്ട് തന്നെ പറയാം, കഴുത്തിന് ശക്തമായ വേദനയും അതിൻ്റെ ഫലമായിട്ട് പുള്ളിക്കാരത്തിക്ക് കഴുത്ത് നിവർത്തി നടക്കാനോ ജോലി ചെയ്യാനോ സാധിക്കാത്ത ഒരവസ്ഥയിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മരുന്നിന് പുറമേ നമ്മൾ ഓർത്തോപെഡീഷ്യൻ ഡോക്ടേഴ്സിനെ കാണിച്ചു ഞാൻ. അപ്പോൾ ഓർത്തോപെഡിക് ഡോക്ടർ പറഞ്ഞു, സെർവൈക്കൽ സ്പോണ്ടിലോസിസ് തന്നെയാണ് സിസ്റ്ററെ, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എന്നിട്ടും ഫലമില്ലാതായപ്പോൾ ന്യൂറോ സർജനെ കാണിച്ചു. ആ ഡോക്ടറും അതേ അഭിപ്രായം തന്നെ പറഞ്ഞു. സെർവൈക്കൽ സ്പോണ്ടിലോസിസിൻ്റെ എക്സ്റേയിൽ സെർവൈക്കൽ സ്പോണ്ടിലോറ്റിക് ചേഞ്ചസും ഓസ്റ്റിയോപൊറോട്ടിക് ചേഞ്ചസും ഉണ്ട്. അതുകൊണ്ട് സിസ്റ്റർക്ക് ട്രീറ്റ്മെൻറ്റ് ജീവിതകാലം മുഴുവനും തന്നെ കഴുത്തിന് സെർവൈക്കൽ കോളർ ഉപയോഗിക്കണം, നെക്ക് എക്സസൈസസ് വേണം, പിന്നെ കുറച്ച് മെഡിക്കേഷൻസ്, ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് സിസ്റ്ററിനെ അവിടെ നിന്ന് വിട്ടു. അങ്ങനെ പിന്നെ ഇവിടെ തന്നെയാണ് പിന്നെ വരാറുള്ളത്. അങ്ങനെ കുറച്ച് ഭേദമായിട്ട് ഈ കോളർ ഉപയോഗിക്കാൻ പറ്റാത്ത സമയം ഇല്ല, അത്തരത്തിലുള്ളൊരു കണ്ടീഷനിലായിരുന്നു. പിന്നെ ഞാൻ ഒരു ദിവസം അറിഞ്ഞു ആളുടെ കോളർ ഉപയോഗിക്കുന്നില്ല, 2-3 ദിവസമായിട്ട് കോളറില്ല. സിസ്റ്റർ എന്നെ നോക്കിക്കുക, എനിക്ക് വേദനയില്ല, ഞാൻ കുനിയുന്നു, വളയുന്നു, ചെരിയുന്നു, കഴുത്ത് തിരിക്കാൻ പറ്റാത്ത ഞാൻ ഇങ്ങനെയൊക്കെ ആയി എന്ന് പറഞ്ഞു. സിസ്റ്റർ മാരീസ് ആൻഡോയുടെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ തനിക്ക് പുതിയൊരു അനുഭവമായിരുന്നുവെന്ന് രോഗിലേപനം കൊടുത്ത പാലക്കാട് ജപമാല റാണി പള്ളി വികാരി ഫാദർ അജോ കുറ്റിക്കാടൻ പറഞ്ഞു. ഞാൻ വിശുദ്ധ കുർബാന കൊടുക്കുന്നതിനായിട്ട് ഈ പള്ളിയിലേക്ക് ഇവിടെ വന്നു. സിസ്റ്റർക്ക് വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ വിശുദ്ധ കുർബാന വായിലേക്ക് ഇറക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്തത് മുഴുവൻ ഛർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു. അപ്പോൾ പുറത്തേക്ക് വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങളെല്ലാവരും ചുറ്റും നിൽക്കുമ്പോൾ പെട്ടെന്ന് മാരീസ് ആൻഡോ സിസ്റ്റർ മുന്നോട്ട് വന്നു.
സിസ്റ്റർ പെട്ടെന്ന് വന്നപ്പോൾ ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാവരും മാറി നിന്നു. സിസ്റ്റർ ഉടനെ വന്നിരുന്ന വിശുദ്ധ കുർബാനയെ എടുത്തിട്ട് സിസ്റ്ററുടെ വായിലേക്ക് വെച്ച് അത് ഭക്ഷിച്ചു. ഒരു വലിയ അനുഭവമായിരുന്നു. പിന്നീട് സിസ്റ്റർക്ക് അങ്ങനെയുള്ള രോഗാവസ്ഥകളെല്ലാം മാറി എന്നുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവം, ഒരു ദിവ്യകാരുണ്യ അനുഭവം എനിക്കുണ്ടായി. ഈ അനുഭവങ്ങൾ സിസ്റ്റർ മാരിസ് ആൻഡോയെ ദിവ്യകാരുണ്യത്തിലേക്ക് ഏറെ അടുപ്പിച്ചു. ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ മണിക്കൂറുകളോളം സിസ്റ്റർ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുകയാണ് ഇപ്പോൾ. ദിവ്യകാരുണ്യ ഈശോയുടെ ശക്തിയും സാന്നിധ്യവും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ സിസ്റ്റർ മാരിസ് ആൻഡോയുടെ ദിവ്യകാരുണ്യ അനുഭവം അനേകായിരങ്ങളെ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒന്നാണ്. ആയുർവേദ ഡോക്ടറായിരുന്ന സിസ്റ്റർ ഷാൻഡി തോമസ് ക്രിസ്തുവിനായി ജോലി ഉപേക്ഷിച്ച് സന്യാസ ജീവിതം തിരഞ്ഞെടുത്തത് പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടറായി സേവനം ചെയ്യാനാണ്. സന്യാസത്തിനും സന്യാസിനികൾക്കുമെതിരെ വ്യാപകമായി വിമർശനങ്ങൾ വരുന്ന കാലഘട്ടത്തിൽ സിസ്റ്റർ ഷാൻഡി തോമസിൻ്റെ ദൈവവിളി അനുഭവം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്നവർക്ക് പ്രചോദനം നൽകുന്നതാണ്. ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ ഇപ്പോൾ ആയുർപാലന ആയുർവേദ ഹോസ്പിറ്റലിൽ ചീഫ് മെഡിക്കൽ ഓഫീസറാണ്. പച്ചമരുന്നുകൾ ഉപയോഗിച്ചുള്ള സിസ്റ്ററുടെ മരുന്ന് കൂട്ടുകളും ആയുർവേദത്തിലുമുള്ള സിസ്റ്ററുടെ പ്രാഗൽഭ്യം എടുത്തു പറയേണ്ട ഒന്നാണ്. ജോലി തുടങ്ങുന്നതിന് മുൻപ് പ്രാർത്ഥനയോടെയാണ് സിസ്റ്റർ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. ഡിഗ്രി പഠനത്തിനിടയിലെ ജീസസ് യൂത്ത് പ്രവർത്തനം സിസ്റ്റർ ഷാൻഡിയെ വചനത്തിലേക്കും ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്കും നയിച്ചു. ഷിമോഗയിൽ ആയുർവേദ മെഡിസിൻ പഠനത്തിനിടയിലും സിസ്റ്ററിന് സന്യാസിനി ആകണമെന്ന ശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു. ഡോക്ടറായി ജോലി ചെയ്യുന്ന സ്ഥലത്ത് തനിക്ക് ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കണമെന്ന ആഗ്രഹം മാത്രമേ സിസ്റ്ററിന് ഉണ്ടായിരുന്നുള്ളൂവെന്നും അത് ദൈവം തനിക്ക് ഒരുക്കി തന്നുവെന്നും സിസ്റ്റർ ഷാൻഡി പറയുന്നു. ദൈവവിളിയെക്കുറിച്ച് ഈശോയോട് ചോദിക്കുമ്പോഴൊക്കെ വചനത്തിലൂടെ തമ്പുരാൻ ഒത്തിരി ധൈര്യവും ശക്തിയും തന്നിരുന്നു. ജോലിക്ക് വന്ന സമയത്ത് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ ശമ്പളം, കാരണം എന്നെ ലോണൊക്കെ എടുത്ത് പഠിപ്പിച്ചു, വീട്ടുകാർക്ക് കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിലും ശമ്പളത്തെക്കാളുപരി എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ജോലി തരണം. ഒത്തിരി അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കട്ടപ്പനയിൽ ആശ്രമം ആയുർവേദിക്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. 4 സ്ഥലത്തും കുർബാനയുള്ളതുപോലെ, ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ 4 സ്ഥലത്തും കുർബാനയുണ്ടായിരുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുർബാനയ്ക്ക് പോകാവുന്നതുപോലെ ആ ഒരു ആഗ്രഹം ഈശോ നടത്തി തന്നു. തന്റെ ചേച്ചിയുടെ കാത് കുത്തുന്ന സമയത്ത് തന്റെ കാത് കുത്തുവാൻ തന്റെ മാതാപിതാക്കൾ തന്നോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ സന്യാസിനി ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതിനാൽ താൻ കാത് കുത്തിയിരുന്നില്ലെന്നും സിസ്റ്റർ ഷാൻഡി പറയുന്നു. ആദ്യ വ്രതവാഗ്ദാന സ്വീകരണത്തിന് ശേഷം സിസ്റ്ററെ ആയുർവേദത്തിൽ FCC സഭാ അധികാരികൾ ഉപരിപഠനത്തിനായി അയച്ചു. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ പഠനമാക്കൽ തോമസ് ഫിലോമിന ദമ്പതികളുടെ മകളാണ് സിസ്റ്റർ ഷാൻഡി. സഹോദരി സിസ്റ്റർ മരിയയും FCC തലശ്ശേരി പ്രൊവിൻസിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ്. ജോലിക്കിടയിലും മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ സിസ്റ്റർ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കാറുണ്ട്. ദിനംപ്രതി നിരവധി പേരാണ് പാലക്കാട് ആയുർപാലന ആയുർവേദ ഹോസ്പിറ്റലിൽ മരുന്നുകൾക്കും ചികിത്സയ്ക്കുമായി സിസ്റ്ററെ കാണാൻ വരുന്നത്. കോവിഡ് പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കേരള കത്തോലിക്ക സഭ. കേരള സോഷ്യൽ സർവീസ് ഫോറവും ഹെൽത്ത് കമ്മീഷനുമാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലനം, PPE കിറ്റ് തുടങ്ങിയവ ഹെൽത്ത് കമ്മീഷന്റെ സഹകരണത്തോടെ KSS ഫോറം വഴി ക്രമീകരിക്കും. ഫോറത്തിന്റെ ഓഫീസായ ആമോസ് സെന്ററിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരുടെ ഒരു ഹെൽപ്പ് ലൈൻ ക്രമീകരിക്കും. രൂപതകളിൽ ഇക്കാര്യങ്ങൾക്കായി പ്രത്യേകം ഡയറക്ടർമാരെ നിയമിക്കുകയോ സോഷ്യൽ സർവീസ് സൊസൈറ്റികളെ ചുമതലപ്പെടുത്തുകയോ വേണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രയാസമുള്ള രൂപതകളെ സഹായിക്കുന്നതിന് കേരള സോഷ്യൽ സർവീസ് ഫോറം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അപകടസാധ്യത കൂടുതലുള്ള രംഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന സമർപ്പിതർ കഴിയും വിധമുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം. രൂപതയിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും യുവജന സംഘടനയും ആരോഗ്യ പ്രവർത്തകരും വൈദികരും ഉൾപ്പെട്ട സംവിധാനമാണ് ഉണ്ടാകേണ്ടത്. കോവിഡ് അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ സഭയിലും സമൂഹത്തിലും ഉണ്ടായേക്കാവുന്ന അടിയന്തര സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് സജ്ജരാകണമെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ, സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ് എന്നിവർ ആവശ്യപ്പെട്ടു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഇടവകകൾ ആവശ്യമായ സഹായം എത്തിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും KCBC ഡെപ്യൂട്ടി സെക്രട്ടറി റവറന്റ് ഡോക്ടർ വർഗീസ് വള്ളിക്കാട്ട് അറിയിച്ചു. ക്രൈസ്തവ വിശ്വാസികളുടെ പ്രതിഷേധങ്ങൾക്കിടെ തുർക്കിയിലെ കത്തീഡ്രലായിരുന്ന ഹാഗിയ സോഫിയയിൽ ഇസ്ലാം മത പ്രാർത്ഥനയെ ആരംഭിച്ചു.
നടപടിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ ക്രൈസ്തവ സഭകൾ ജൂലൈ 24-ന് വിലാപ ദിനമായി ആചരിച്ചു. ഇസ്താംബൂളിലെ ചരിത്രപ്രസിദ്ധമായ ഹാഗിയ സോഫിയ മ്യൂസിയമാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തത്. ക്രൈസ്തവ വിശ്വാസികളുടെയും റഷ്യ, US എന്നീ രാജ്യങ്ങളുടെയും എതിർപ്പ് മറികടന്നാണ് ക്രിസ്ത്യൻ ദേവാലയം കൂടിയായിരുന്ന ഹാഗിയ സോഫിയയെ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ മോസ്കാക്കി മാറ്റിയത്. ത്വയ്പ് എർദോഗാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. 17,000-ഓളം വരുന്ന സുരക്ഷാ സേനയെയാണ് ഹാഗിയ സോഫിയ പരിസരത്ത് വിന്യസിച്ചിരുന്നത്. 500 പേരാണ് പള്ളിക്കുള്ളിലെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കി മാറ്റിയതിൽ വ്യാപക പ്രതിഷേധങ്ങൾക്കിടെയാണ് പ്രാർത്ഥന നടന്നത്. അമേരിക്കയിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ദേവാലയങ്ങളിൽ മണിമുഴക്കിയും പതാകകൾ താഴ്ത്തിക്കെട്ടിയുമാണ് പ്രതിഷേധിച്ചത്. 1500 വർഷം പഴക്കമുള്ള ഹാഗിയ സോഫിയ മ്യൂസിയമല്ലെന്ന് കോടതി വിധി വന്നതിന് പിന്നാലെയാണ് ത്വയ്പ് എർദോഗാൻ മോസ്കാക്കി പ്രഖ്യാപിച്ചത്. ബൈസന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് നിർമ്മിച്ച ഹാഗിയ സോഫിയ കത്തീഡ്രൽ പിന്നീട് മുസ്ലിം അധിനിവേശത്തെ തുടർന്ന് മോസ്കാക്കി മാറ്റുകയായിരുന്നു. പിന്നീട് മുസ്തഫ കമാൽ അതാതുർക്കിന്റെ കാലത്ത് ക്രൈസ്തവ വിശ്വാസികളുടെ വികാരം കണക്കിലെടുത്ത് മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു. കരുണയുടെ വർഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപീകരിച്ച കരുണയുടെ മിഷണറിമാരിൽ ഒരാളെ കൂടി പാപ്പ നാമനിർദ്ദേശം ചെയ്തു. അമേരിക്കൻ വൈദികനായ ഫാദർ ജെഫ്രി കിർബിയാണ് ഈ ശുശ്രൂഷാ സംഘത്തിലേക്ക് പുതുതായി ചേർക്കപ്പെട്ടത്. 2016 കരുണയുടെ ജൂബിലി വർഷത്തിൽ കരുണയുടെ മിഷണറിമാരായി 1071 വൈദികരെ പാപ്പ നിയമിച്ചിരുന്നു. പരിശുദ്ധ സിംഹാസനത്തിന് മാത്രം ഇളവ് നൽകാൻ കഴിയുന്ന പാപങ്ങൾ പൊറുക്കാൻ പ്രത്യേക കൃപ നൽകിയാണ് ഇവരെ വിട്ടത്. പരിശുദ്ധ സിംഹാസനത്തിന് മാത്രം ഇളവ് അനുവദിക്കാവുന്ന 5 പാപങ്ങളുണ്ട്. അവ ഇളവ് ചെയ്യാൻ ഈ മിഷണറി സംഘത്തിന് അനുഗ്രഹമുണ്ടായിരുന്നു. ജൂബിലി വർഷം സമാപിച്ചുവെങ്കിലും ഈ ശുശ്രൂഷാ ദൗത്യം തുടർന്നു. ഇപ്പോൾ തെക്കൻ കരോളിനയിലെ ചാൾസ്റ്റൺ ഇടവക വികാരി ഫാദർ ജെഫ്രി കിർബിയെ പാപ്പ ഈ ശുശ്രൂഷ സംഘത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. പരിശുദ്ധ പിതാവ് നിയമിച്ച പ്രകാരം ബിഷപ്പ് ഡിക്രി പുറപ്പെടുവിച്ചുവെന്നും ഫാദർ ജെഫ്രി പറഞ്ഞു. എഴുത്തുകാരനായ ജെഫ്രി കിർബി കരുണയെക്കുറിച്ചെഴുതിയ ഗ്രന്ഥങ്ങളാകാം ഈ നിയമനത്തിന് പിന്നിലെ ഒരു കാരണം. 2016 കരുണയുടെ വാതിലുകൾ എന്ന ഒരു പഠന ഗ്രന്ഥവും തുടർന്ന് മരിയ ഗോരേറ്റി കരുണയുടെ സാക്ഷ്യം എന്ന ഒരു പുസ്തകവും അദ്ദേഹം രചിച്ചിരുന്നു. ലോകം വിദ്വേഷത്തിന്റെയും അസഹിഷ്ണുതയുടെയും മധ്യേ ആയിരിക്കുമ്പോൾ കരുണയുടെ സന്ദേശം പ്രബലമാകണമെന്ന് ജെഫ്രി കരുതുന്നു. തന്റെ മിഷൻ ചാൾസ്റ്റൺ ഇടവകയിൽ പ്രാവർത്തികമാക്കുമെന്നും തന്റെ ഇടവകയെ കരുണയുടെ ഫീൽഡ് ഹോസ്പിറ്റലായി മാറ്റാൻ ശ്രമിക്കുമെന്നും ഫാദർ ജെഫ്രി പറഞ്ഞു. വത്തിക്കാനിൽ നടക്കുന്ന കുട്ടികളുടെ സമ്മർ ക്യാമ്പിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തി ഫ്രാൻസിസ് പാപ്പ. വത്തിക്കാൻ ഉദ്യോഗസ്ഥരുടെ മക്കൾക്കായി പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. എസ്റ്റേറ്റ് റഗസി എന്ന പേരിൽ ജൂലൈ ആദ്യവാരം ആരംഭിച്ച സമ്മർ ക്യാമ്പിലാണ് പാപ്പ മുന്നറിയിപ്പ് കൂടാതെ സന്ദർശനം നടത്തിയത്. വത്തിക്കാൻ ഉദ്യാനങ്ങളിലും ഹെലിപോർട്ടിലും പോൾ ആറാമൻ ഹാളിലുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 5-നും 14-നും ഇടയിൽ വയസ്സ് പ്രായമുള്ള 100ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കളികളും പ്രാർത്ഥനകളും പഠനങ്ങളും കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പോൾ ആറാമൻ ഹാളിൽ ഭക്ഷണത്തിനിരിക്കുമ്പോഴായിരുന്നു പാപ്പ കുട്ടികളെ സന്ദർശിച്ചത്. പാപ്പ കുട്ടികളുമായി സംസാരിക്കുകയും നല്ല സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ക്യാമ്പിന്റെ പിന്നണി പ്രവർത്തകരെ അഭിനന്ദിച്ച ശേഷം പാപ്പ തന്റെ വസതിയിലേക്ക് മടങ്ങി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഫ്രാൻസിലെ പ്രശസ്ത നാൻസ് കത്തീഡ്രലിൽ അഗ്നിബാധയുണ്ടായി. നാൻസിലെ വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ നാമധേയത്തിലുള്ള കത്തീഡ്രലിലാണ് അഗ്നിബാധയുണ്ടായത്. ഫ്രഞ്ച് പ്രധാനമന്ത്രി ജീൻ കാസറ്റെക്സ് കത്തീഡ്രലിൽ സന്ദർശനം നടത്തി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം വാഗ്ദാനം ചെയ്തു. ഫ്രാൻസിന്റെ പടിഞ്ഞാറൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നാൻസിലെ പ്രശസ്തവും പുരാതനവുമായ കത്തീഡ്രലിലാണ് അഗ്നിബാധ ഉണ്ടായത്. കാരണം വ്യക്തമാക്കിയിട്ടില്ല. 100ഓളം അഗ്നിശമന സേനാംഗങ്ങളുടെ ശ്രമങ്ങളെ തുടർന്നാണ് തീ അണച്ചത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ബോംബ് സ്ഫോടനത്തിലും കത്തീഡ്രലിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. 1434 ആരംഭിച്ച കത്തീഡ്രൽ നിർമ്മാണം 1891 അവസാനിച്ചത്. 1862 ഫ്രഞ്ച് മിനിസ്ട്രി ഓഫ് കൾച്ചറൽ കത്തീഡ്രലിനെ ചരിത്ര സ്മാരക പദവിയിലേക്ക് ഉയർത്തിയിരുന്നു. ഫ്രാൻസിലെ നോത്രദാം കത്തീഡ്രലിൽ വൻ അഗ്നിബാധയുണ്ടായത് 1 വർഷം മുൻപായിരുന്നു. നാൻസ് കത്തീഡ്രലിൽ 1972 സമാനമായ അഗ്നിബാധയെ തുടർന്ന് കത്തീഡ്രൽ പുനരുദ്ധരിച്ചിരുന്നു.
ഇടവക രൂപീകരണത്തിനുള്ള പുതിയ രേഖ വൈദികർക്കായുള്ള വത്തിക്കാൻ തിരുസംഘം പുറപ്പെടുവിച്ചു. സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ ഇടവകയുടെ പങ്ക് എന്ന പേരിലാണ് രേഖ പുറത്തിറക്കിയിരിക്കുന്നത്. ദൈവജനത്തിന് സുവിശേഷ പ്രബോധനങ്ങളും കൂദാശകളും ഫലപ്രദമായ വിധത്തിൽ എത്തിക്കുവാനുള്ള ഇടവകകളുടെ ദൗത്യത്തെ ഊന്നിക്കാട്ടിയാണ് വത്തിക്കാന്റെ പുതിയ രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. നിലവിലുള്ള കാനൂൺ നിയമങ്ങളും മാനദണ്ഡങ്ങളും എങ്ങനെ കൂടുതൽ പ്രാബല്യത്തിലാക്കാമെന്നാണ് രേഖയിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. 11 അധ്യായങ്ങളുള്ള 2 ഭാഗങ്ങളായാണ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഭവനങ്ങൾക്കിടയിലെ ഭവനമായാണ് ഇടവകയെ രേഖയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരും സുവിശേഷവൽക്കരണത്തിന്റെ സജീവ വക്താക്കളാണെന്നും ഇടവകകളിലൂടെ ഈ ദൗത്യം ഉജ്ജ്വലിക്കപ്പെടണമെന്നും രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇടവകകളിൽ ആത്മായർക്കുള്ള ദൗത്യത്തെപ്പറ്റിയും രേഖയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ലോകമെങ്ങും വന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ മാറ്റങ്ങളിൽ കത്തോലിക്കരെന്ന നിലയിൽ ഇടവക വൈദികരുടെയും ആത്മായരുടെയും പങ്ക് രേഖയിൽ വിവരിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.